S in triangle ABC A14 B31 C63 AB മാത്രം കാണാനേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവും കണ്ടുപിടിക്കണം. കാരണം റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ സൈഡും അറിയണം. റെഡിയല്ലേ? സോ ഞാൻ AB ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ കൂടെ കണ്ടുപിടിച്ചോളൂ A എഴുതിക്കോളൂ. A14 അല്ലേ? വാട്ട് ഈസ് B31 അല്ലേ? ഇനി എങ്ങനെയാണ് ഇവിടെ വണ്ണൊക്കെ മോഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. സോ എങ്ങനെ കാണുക? AB എന്ന് എഴുതുക. AB എന്നിട്ട് ഒരു റൂട്ട് ഇട്ട് കൊടുക്കുക അല്ലെ? നോക്കിക്കോട്ടോ, ഹരാലല്ലേ? നോക്കിക്കോ. 3 minus 1. What is 3 minus 1? What is 3 minus 1? 2. 2 square. Clear ആണോ? അടുത്തത് 1 minus 4 ആണോ 4 minus 1 ആണോ ചെയ്യല് നല്ലത്? 4 minus 1. What is 4 minus 1? 3 square. What is 2 square? What is 2 square? 2 square എന്ന് പറഞ്ഞാൽ 4. ക്ലിയർ ആണോ? What is 3 square? 9. So what is 9 plus 4? Root 13. ഇതുവരെ ഓക്കെ ആണോ? ഇതേപോലെ ബിയും സിയും എഴുതി ബി സി കാണലാണ് അടുത്ത പ്രോസസ്സ്. ബിയും സിയും എഴുതി ബി സി കാണുക. ബിയും സിയും എഴുതുക. വാട്ട് ഈസ് ബി? What is B? 3 1. What is C? 6 3. So BC കാണുകയാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത്. എങ്ങനെയാണ് BC കാണുക? ഏതാ മൈനസ് ചെയ്യേണ്ടത്? 6 minus 3. What is 6 minus 3? What is 6 minus 3? ഇതിന്റെ കൂടെ റഫ് എടുത്തിന്റെ കൂടെ ചെയ്താലേ പഠിയുള്ളൂ. 6 minus 3 3ന്റെ സ്ക്വയർ ചെയ്യണം. What is 3 minus 1? What is 3 minus 1? 2. 2ന്റെയും സ്ക്വയർ ചെയ്യണം. So what is 3 square? What is 3 square? 9. What is 2 square? 4. What is 9 plus 4? Root 30. Then we want to calculate next what? എന്താണ് ഞാൻ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? AC. What is A? 1 4. What is C? 6 3. ഒന്ന് സ്വന്തം കാൽക്കുലേറ്റ് ചെയ്താ AC ഒന്ന് സ്വന്തം കാൽക്കുലേറ്റ് ചെയ്താ റൂട്ട് 26 കിട്ടിയവരുണ്ട്. ഞാനാണ് ചെയ്യാ. What is 6 minus 1? What is 6 minus 1? 5 square. Any doubt? What is 3 minus 4? 3 minus 4 ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹലോ, 3 minus 4 ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏത് ചെയ്താൽ മതി? 4 minus 3 ചെയ്താൽ മതി. What is 4 minus 3? 1. So what is 5 square? What is 5 square? 25. What is 1 square? 1. Answer is root 26. കിട്ടിയവരെന്ന് കൈ നോക്കിക്കാം. സിമ്പിൾ അല്ലേ? സോ ഇപ്പൊ നമുക്ക് കിട്ടിയ 3 സംഭവങ്ങൾ ഞാനൊന്ന് എടുത്ത് എഴുതി വെക്കുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ what is AB? What is AB? root 13. What is BC? What is BC? root 13. What is AC? What is AC? root 26. B ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. എന്ത് കാണാനാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അവിടെ എഴുതി വെച്ചോ, ഏതൊരു ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറത്തിന്റെ പേരാണ് എന്ത് തിയറം? പൈതഗോറസ് തിയറം. ഒരു ട്രയാങ്കിള് റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന തിയറത്തിന്റെ പേരാണ് എന്ത് തിയറം? ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന തിയറത്തിന്റെ പേരെന്താണ്? പൈതഗോറസ് തിയറം. അത് മറ്റൊന്നുമല്ല, ഏത് തിയറമാണ്? പൈതഗോറസ് തിയറം.
പൈതഗോറസ് തിയറത്തിൽ ഏറ്റവും വലുത് ഹൈപ്പോട്ടനസ് ആക്കി സെറ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് ഏതാ? √26. അത് ഹൈപ്പോട്ടനസ് ആക്കി സെറ്റ് ചെയ്യുക. ഏത് റൈറ്റ് ട്രയാങ്കിളിലും ഏറ്റവും വലുതായിരിക്കും ഹൈപ്പോട്ടനസ്. റെഡിയാണോ? ബേസ് ഇതിലേതാ ബേസ്? ഏത് വേണമെങ്കിലും എഴുതാം. ഒന്ന് ബേസ് എഴുതുക, ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് എഴുതുക. ക്ലിയർ അല്ലേ? Then all of you know that what is Pythagoras theorem? Base square plus altitude square is equal to hypotenuse square. അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ബേസ് എത്രയാണ് ഇതില്? What is base? What is base? √13 സ്ക്വയർ. √13 സ്ക്വയർ. What is altitude square? What is altitude square? √13 square. What is hypotenuse square? √26 square. സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ആവും. സോ വാട്ട് ഈസ് ആൻസർ? 13. What is √13 square? What is √13 square? 30. What is √26 square? 26. ഇത് ശരിയാ? ഇത് ശരിയാ? പൈതഗോറസ് തിയറം ശരിയാവുന്നുണ്ടെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ഇവിടെ എന്താ എഴുതി വെക്കുക? ഇവിടെ എന്താ എഴുതി വെക്കുക? ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇറ്റ് സാറ്റിസ്ഫൈ പൈതഗോറസ് തിയറം. എഴുതി വെച്ചോളൂ. ഇറ്റ് സാറ്റിസ്ഫൈ Pythagoras theorem. Pythagoras. It satisfy Pythagoras theorem. It satisfy Pythagoras theorem. It satisfy Pythagoras theorem. It satisfy Pythagoras theorem. Therefore, this is a right triangle. Pythagoras theorem ചെയ്ത് ശരിയാവുന്നുണ്ടെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. മക്കളെ നിങ്ങൾ നോക്ക്, എങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം? 3 സ്റ്റെപ്പാ. ആദ്യം എന്താ? സൈഡ് മൊത്തം കാണണം. ആദ്യം സൈഡ്സ് മൊത്തം കാണണം. ഏതൊക്കെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ AB കാണണം, BC കാണണം, AC കാണണം. ഏതൊക്കെ കണ്ട് ഓർക്കറേ? AB കാണണം, BC കാണണം, AC കാണണം. എന്നിട്ട് എന്ത് തിയറം അപ്ലൈ ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഏറ്റവും വലുത് എന്താക്കണം? ഹൈപ്പോട്ടനസ് ആക്കണം. ഏറ്റവും വലുത് എന്താക്കണം? ഹൈപ്പോട്ടനസ്. ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല എങ്കിലോ റൈറ്റ് ട്രയാങ്കിൾ അല്ല. വേഗം പഠിച്ചോ.